എൻ്റെ ഫ്രണ്ട് ഫാമിൽ നിന്ന് കുറച്ച് കാരാമണി കൊടുത്ത് വിട്ടു കേട്ടോ. ഡിഫറെൻ്റായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? ഇതിനെ നമ്മൾ വെള്ളക്കാരാമണി എന്ന് പറയും, അല്ലെങ്കിൽ വെള്ളപ്പയർ അല്ലേ. ആദ്യം തന്നെ ഈ വെള്ളക്കാരാമണി ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചു. അതിന് ശേഷം ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് വേവിച്ചെടുത്തു. ഒരു ചീനച്ചട്ടിയിൽ പട്ട, ഗ്രാമ്പു, ഏലക്ക, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒണിയൻ എല്ലാം കൂടെ ഇട്ട് നന്നായി സോട്ട് ചെയ്ത് ഇത്ര ആയാൽ മതി കേട്ടോ. ശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ട് നന്നായി സോട്ട് ചെയ്യണം. ശേഷം നമുക്ക് പൊടികളിടാം. മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല ഇത്രയിട്ട് നന്നായി സോട്ട് ചെയ്തതിന് ശേഷം കുക്കറിൽ വേവിച്ച വെള്ളക്കാരാമണിയും ഉരുളക്കിഴങ്ങും നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ച് കുക്കാവാൻ വെക്കുക. കുക്കാവണ സമയം കൊണ്ട് ഗ്രേവി അഥവാ അരപ്പ് റെഡിയാക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങ ഇട്ടു, കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ടു, നല്ല ജീരകം, പെരുംജീരകം, കുറച്ച് പോപ്പി സീഡ്സ് ഇതെല്ലാം കൂടെ ഇട്ട് നന്നായി അരച്ച് വയ്ക്കുക. കുക്കായ കാരാമണിയിലേക്ക് ഈ അരപ്പിനെ ചേർത്ത് കൊടുക്കുക. ഒരു തിള വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യുക. നമ്മുടെ കാരാമണി കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി, ഇടിയപ്പം, ചോറ്, നെയ്ച്ചോറ് ഇതിൻ്റെ എല്ലാം കൂടെ ഈ കുറുമ നല്ലൊരു കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റുമാണ്. ട്രൈ ചെയ്ത് നോക്കണേ. പോപ്പി സീഡ്സ് ഇല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി ഇടുന്നത് ഇതിന് സൂട്ടബിൾ അല്ല. അങ്ങനെ നമ്മുടെ വെള്ളക്കാരാമണി കുറുമ റെഡി ആയിട്ടുണ്ട്. Thank you for watching my channel.